ഹായ്, V2 റീറ്റെയിലിന്റെ Q2 റിസൾട്ട് വന്നിട്ടുണ്ട്. എക്സലന്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇവരുടെ Q2ന്റെ അപ്ഡേറ്റ് വന്ന സമയത്ത്, അതായത് കഴിഞ്ഞ മാസം ഒക്ടോബർ ആദ്യം തന്നെ നമ്മൾ ഇവരുടെ അപ്ഡേറ്റ് വന്ന സമയത്ത് റവന്യൂ ഗ്രോത്തിനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു. 86% റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഹൈ പേസ് ഓഫ് സെയിൽസിലാണ് അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെക്ടറിൽ നോക്കിയാൽ, വാല്യൂ റീറ്റെയിൽ സെക്ടറിൽ നോക്കിയാൽ, വാല്യൂ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ വരുന്ന വില ബസാർ സ്റ്റൈൽ, വി മാർട്ട് പോലത്തെ കമ്പനികളൊക്കെ വരുന്ന ഒരു സെക്ടറിൽ നിന്ന് വരുന്ന ഒരു കമ്പനിയാണ്. സോ ആ ഒരു സെക്ടറിലെ ഏറ്റവും പേസ് ഓഫ് സെയിൽസിൽ ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 86% സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 990%. സോ അത് അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ഫിഗർ ആയിട്ട് തോന്നുമെങ്കിലും 17 കോടിയാണ് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ Q2 നോക്കിയാൽ അവർ പാർട്ട് നെഗറ്റീവ് ആയിരുന്നു. അതിന് മുമ്പിലത്തെ Q2 നോക്കിയാൽ, അതായത് കഴിഞ്ഞ വർഷം അതിന് മുമ്പിലത്തെ വർഷം ഒരു Q2 നെഗറ്റീവിലായിരുന്നു. അതായത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത സമയത്ത് തന്നെ മാനേജ്മെന്റ് പറഞ്ഞിരുന്നു അവർ ഈ വർഷത്തിലെ എല്ലാ ക്വാർട്ടറിലും പാർട്ടി പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം. സോ അത് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റ് ഇത്രയും പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം കഴിഞ്ഞ മുമ്പത്തെ വർഷം ഏകദേശം 6 കോടി രൂപയോളം നഷ്ടമായിരുന്നു, 5 to 6 കോടി രൂപ. ഇപ്പൊ അത് ഏകദേശം 2 കോടി രൂപയോളം കഴിഞ്ഞ ക്വാർട്ടറിൽ, കഴിഞ്ഞ Q2 അവർക്ക് ലോസ് ആയിരുന്നു. അവിടുന്ന് ഈ Q2 നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 17 കോടിയാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഏകദേശം മാർക്കറ്റ് ഒരു 5 കോടി 4-5 കോടിയൊക്കെ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. സോ അതിനൊക്കെ മുകളിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു റിസൾട്ട് ആണ് നമുക്ക് പറയാം. അവരുടെ മാർജിൻസും കാര്യങ്ങളും എല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. Q2 സാധാരണ അവർക്കൊരു നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ക്വാർട്ടർ അല്ല. പൊതുവിൽ ഈ റീറ്റെയിൽ അപ്പാരൽ സ്പേസിലുള്ള എല്ലാ കമ്പനികൾക്കും ഇന്ത്യയിൽ പൊതുവിൽ ഏറ്റവും നല്ലൊരു ക്വാർട്ടർ അല്ലേ Q2 എന്ന് പറയുന്നത്. പക്ഷേ ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേജർ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് എല്ലാം കുറച്ച് നേരത്തെ ആയിട്ടുണ്ട്. അതായത് എല്ലാ വർഷം Q3 വരുന്ന കുറെ ഫെസ്റ്റിവൽസ് നമുക്കിപ്പോൾ നവരാത്രി നോക്കിയാലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദീപാവലി നോക്കിയാൽ ദീപാവലി ഒക്ടോബർ പകുതിക്കാണ്. സോ അതേപോലെ ആ ഒരു രീതിയിൽ പിന്നെ കൽക്കട്ടയിലുള്ള ദുർഗാ പൂജ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നേരത്തെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ മൊത്തത്തിൽ സെയിൽസിൽ ആ രീതിയിൽ Q2 നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് 86% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുള്ളത്. നോർമലി Q3 അത് വരുന്നതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളുടെ Q3 ആയിരിക്കും നല്ല ഗ്രോത്ത്. കഴിഞ്ഞ Q3 ഈ കമ്പനികൾക്ക് എല്ലാം നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ Q3 നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ക്വാർട്ടർ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ ആ രീതിയിൽ ഗ്രോത്ത് വന്നതുകൊണ്ട് തന്നെ അവരുടെ ബേസ് ഭയങ്കര കൂടുതലായിരിക്കും. സോ അവിടുന്ന് ഈ ക്വാർട്ടറിൽ എത്ര വ്യത്യാസം വരും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിനെപ്പറ്റി നമുക്ക് വീഡിയോയിൽ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് സംസാരിക്കാം. സോ എന്തായാലും ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത സമയത്ത് 189 ഷോറൂംസ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 259 ഷോറൂംസ് ഉണ്ട് ഈ Q2 എൻഡ് ചെയ്ത സമയത്ത്. അതായത് കഴിഞ്ഞ 6 മാസം കൊണ്ട് തന്നെ കമ്പനി ഏകദേശം 70-71 ഷോറൂംസോളം പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഇവർ മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, ഫോൺ കോൾ നടക്കുന്ന സമയത്ത് ഈ 1.5 മാസത്തിനുള്ളിൽ, പുതിയ Q3 1.5 മാസത്തിനുള്ളിൽ തന്നെ അവർ 16 ഷോറൂംസോളം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ഷോറൂമിന്റെ കൗണ്ട് എന്ന് പറഞ്ഞാൽ 275 ആണ്. കഴിഞ്ഞ വർഷം 189 ഉണ്ടായിരുന്ന ഷോറൂം കൗണ്ട് ഈ Q2 ആയപ്പോൾ, ഈ ഒരു ഹാഫ് ഇയർ ആയി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഏകദേശം അതിന്റെ ഏകദേശം ഒരു 90 ഷോറൂംസിനടുത്ത് 86 ഷോറൂംസോളം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാനേജ്മെന്റ് ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നത് അവർ 100 ഷോറൂംസോളം ഓപ്പൺ ചെയ്യുന്നതാണ്. കഴിഞ്ഞ Q1 റിസൾട്ടിന്റെ സമയത്ത് പറഞ്ഞിരുന്നത് അത് അവർ കുറച്ചും കൂടെ കൂട്ടും, ഒരു 100, 120, 125 എത്തുമെന്നാണ് പറഞ്ഞത്. ഈ ക്വാർട്ടറിൽ അവർ പറയുന്നത് 130 തന്നെ അവർ ഈ ക്വാർട്ടറിൽ, ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഫുള്ള് ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നു. 189 ഷോറൂംസ് ഉള്ളതിൽ 130 ഇനി എക്സ്ട്രാ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം ആഡ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ അത് ഗൈഡൻസ് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അതേപോലെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഇവർ ഏകദേശം 150 ഷോറൂംസോളം ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ഈ ഡയറക്റ്റ് കോമ്പീറ്റർ ആയിട്ട് വരുന്ന ട്രെൻഡ്, അല്ലെങ്കിൽ സ്റ്റുഡിയോ ആയിരുന്നു അവർക്ക് നേരത്തെ ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്ത് ഹൈ ഗ്രോത്ത് ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയുടെ ഇപ്പൊ നമ്മൾ ഒരു വർഷം മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 50-60% ഗ്രോത്ത് ഉണ്ടായിരുന്ന കമ്പനി അത് 40, 30, 20 ഇപ്പൊ ഏകദേശം 19% അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത്, റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ അവരുടെ ഷോറൂം കൗണ്ട് നോക്കിയാൽ ഏകദേശം 766 ഷോറൂംസോളം അവർക്ക് ടോട്ടൽ ഉണ്ട്. അതിൽ 11 ഷോറൂമാണ് അവർ ഈ വർഷം ഈ ക്വാർട്ടറിൽ ആഡ് ചെയ്തത്. ആ സെയിം ടൈമിൽ ഇവിടെ നമ്മൾ V2 നോക്കി കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ക്വാർട്ടറിൽ മാത്രം 43 ഷോറൂംസ് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ആ ഒരു ബേസ് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ചെറിയ ബേസിൽ തന്നെ അവർ 43 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ 750 ആ ഒരു റേഞ്ച് കിടന്നതിന് ആണ് 755 11 ഷോറൂംസ് ഓപ്പൺ ആയിരിക്കുന്നത്. സോ ആ ഗ്രോത്തിന്റെ ഒരു പേസ് എവിടെയാണ് കൂടുതൽ എന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അടുത്ത വർഷം ഇവർ ഇതേ ഗ്രോത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇവർ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് തന്നെ മാനേജ്മെന്റ് പറയുന്നത് വെച്ചിട്ട് നമുക്ക് വേറെ 450 മുകളിലേക്കൊക്കെ ഷോറൂം കൗണ്ട് എത്താനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. 400-450 ആ റേഞ്ചിലേക്ക് ഷോറൂം കൗണ്ട് എത്തും. അതായത് ട്രെൻഡിന്റെ ഏകദേശം പകുതിയിലെടുത്ത് ഇവരുടെ ഷോറൂം കൗണ്ട് എത്തും. അതേപോലെ തന്നെ ഇവർ ആ പേസ് ഓഫ് ഗ്രോത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പാർട്ടിന്റെ കാര്യത്തിൽ ഇവർ പറയുന്ന പോലെ തന്നെ അവർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. സോ അങ്ങനെ കഴിഞ്ഞപ്പോൾ V2 മാർക്കറ്റ് ക്യാപ്പും സ്റ്റുഡിയോയുടെ മാർക്കറ്റ് ക്യാപ്പ്, അല്ലെങ്കിൽ ട്രെൻഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും അവർ നമ്മുടെ ഡിഫറൻസ് എന്താണ്. പി റേഷ്യോ നമുക്കിപ്പോൾ രണ്ടുപേരുടെ ഏകദേശം ഒരുപോലെയാണ്. ട്രെൻഡിന് ഇതിലും കൂടുതൽ പി ഉണ്ടായിരുന്നതാണ്. സോ അവിടെ അവരുടെ എന്താ പറയുക, പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ പ്രോഫിറ്റ് നല്ല രീതിയിൽ കുറയുമല്ല, ഇവർക്ക് ആ ഗ്രോത്ത് വന്നിട്ടില്ല. സ്റ്റുഡിയോയുടെ കാര്യത്തിൽ അവർക്ക് ആ ഗ്രോത്ത് മൊത്തത്തിലാണ് അവിടെ സ്റ്റോപ്പ് ആയി പോയിരിക്കുന്നത്. ആ സെയിം ടൈമിൽ V2 നോക്കിയാൽ ഹൈ ഗ്രോത്ത് അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
ഇനി കമ്പനിയുടെ SSST പറ്റി നോക്കിയാൽ SSST എന്ന് പറഞ്ഞാൽ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത്, അതായത് പഴയ ഒരു വർഷത്തിന് മുകളിലുള്ള കഴിഞ്ഞ 2025 മാർച്ചിന് മുമ്പുള്ള അതുവരെ ഓപ്പൺ ആയിട്ടുള്ള ഷോറൂംസിൽ ഉണ്ടാകുന്ന ഗ്രോത്ത്. സോ അത് ഇവർക്ക് ഈ ക്വാർട്ടറിലും 10ന് മുകളിലുണ്ട് നോർമലൈസ്ഡ് ആയിട്ടുള്ളത്. ടോട്ടൽ H1 അവർ 13.3 ആണ് പറയുന്നത്. അതായത് ഒരു വർഷത്തിന് മുകളിൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഷോറൂംസിലും ഈ ഒരു പേസ് ഓഫ് ഗ്രോത്ത് അവിടെ തന്നെ വരുന്നുണ്ട്. അത് കമ്പനികൾക്ക്, റീറ്റെയിലുള്ള കമ്പനികൾക്ക് ഗ്രോത്ത് വരുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് അവർക്ക് വോളിയം ഗ്രോത്ത് വരണം, അതല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് വാല്യൂ ഗ്രോത്ത് വരണം. അതുപോലെ തന്നെ ഇവർക്ക് പഴയ ഷോറൂംസിൽ നിന്ന് പുതിയ ഷോറൂംസ് ആഡ് ചെയ്യണം, അതുപോലെ തന്നെ പഴയ ഷോറൂംസിൽ നിന്നും നല്ല രീതിയിൽ ഗ്രോത്ത് വരണം. അപ്പോൾ SSST എപ്പോഴും ഇവർക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കമ്പനി ഹൈ പേസിൽ ഗ്രോ ചെയ്യുന്നതുകൊണ്ട് തന്നെ, അതായത് ഷോറൂമിന്റെ കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നല്ല ഗ്രോത്ത് അവർക്ക് അവിടെ വരും. കാരണം ആ രീതിയിൽ അവർക്ക് വോളിയം കിട്ടും പുതിയതായിട്ട്. കഴിഞ്ഞ വർഷം ഇല്ലാത്ത വോളിയം ഈ വർഷം പുതിയ ഷോറൂംസ് ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വോളിയം വരും. സോ ആ വോളിയം ഗ്രോത്ത് അവിടെ അവർക്ക് കിട്ടും. പിന്നെ ഇവർ വാല്യൂ റീറ്റെയിലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പ്രൈസ് അങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ സ്റ്റുഡിയോയിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് 200 രൂപ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ബനിയനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ 400-500 രൂപയ്ക്ക് ഷോർട്സോ മറ്റോ കിട്ടുമെങ്കിൽ അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. സോ അതിനകത്ത് അവർക്ക് അങ്ങനെ ആ രീതിയിൽ പ്രൈസ് ഹൈക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. V2 ആ രീതിയിൽ അങ്ങനെ പ്രൈസ് ഹൈക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറഞ്ഞ പ്രൈസിലുള്ള പ്രൊഡക്റ്റുകൾ മാറ്റിയിട്ട് അതിന്റെ കൗണ്ട് കുറച്ചിട്ട് കൂടിയ പ്രൈസുള്ള പ്രൊഡക്റ്റുകൾ അവർക്ക് വെക്കാൻ പറ്റും. സോ അങ്ങനെ വെക്കുമ്പോൾ ഇവർക്ക് കൂടുതലായിട്ട് ഇവരുടെ ഇവരുടെ സെല്ലിംഗ് പ്രൈസും കാര്യങ്ങളെല്ലാം കൂടുകയും ചെയ്യും. ആ രീതിയിൽ ഇവർക്ക് ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിലും ഇവർക്ക് പ്രോഡക്റ്റുകളുടെ പ്രൈസ് കൂടുന്നതിനകത്ത് ഒരു പരിധിയുണ്ട്. ഇപ്പൊ V2 കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇവരുടെ 1000 രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങൾ സെല്ല് ചെയ്ത് അതിന്റെ റവന്യൂ, ടോട്ടൽ റവന്യൂന്റെ 6% മാത്രമാണ്. സോ 1000 രൂപയിൽ താഴെയാണ് ഇവർ 94% പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മെൻസ് വെയർ 40%, വുമൻസിന്റെ 30%, കിഡ്സ് 23% ആണ്. പിന്നെ ബാക്കിയുള്ള എല്ലാം കൂടെ ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റുകളെല്ലാം കൂടെ 7%. ആ രീതിയിലാണ് ഇവരുടെ റവന്യൂ മിക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇവരുടെ SSSTയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടിയിട്ടുണ്ട്, 315 ആയിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ. കഴിഞ്ഞ Q2 നോക്കിയാൽ 269, 270 ആ ഒരു റേഞ്ചിലുണ്ടായിരുന്ന ആവറേജ് സെല്ലിംഗ് പ്രൈസ് കൂടിയിട്ടുണ്ട്. അതിന്റെ റീസൺ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞില്ല, ഇവർക്ക് പ്രൈസ് കൂട്ടാനായിട്ട് ഒരു പരിധിയുണ്ട്. പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇവർ ഈ ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റുകൾ, ഇവർ ഈ 100-നും ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റുകളുണ്ട്. അതായത് നമുക്ക് ഈ അപ്പയൽ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പെർഫ്യൂംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. സോ ആ പ്രൊഡക്റ്റ് അങ്ങനത്തെ ഉള്ള ലോ മാർജിൻ, ലോ പ്രൈസിലുള്ള ഈ പ്രൊഡക്റ്റുകൾ ഇവർ ചേഞ്ച് ചെയ്തിട്ട് അതിന് പകരമായിട്ട് ഇവർ കൂടുതൽ പ്രൈസുള്ള 300-350 രൂപയിലുള്ള വേറെ അപ്പയറൽ സാധനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഷോറൂംസിൽ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ആ രീതിയിൽ ആവറേജ് സെല്ലിംഗ് പ്രൈസ് അവർക്ക് കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയും, അതായത് ഇവരുടെ ടോട്ടൽ ഏരിയയിൽ, ഇവർ വർക്ക് ചെയ്യുന്ന ഏരിയയുടെ ഓരോ സ്ക്വയർ ഫീറ്റിൽ എത്ര രൂപ ഇവർ റവന്യൂല് ജനറേറ്റ് ചെയ്യുന്നു. ആ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് ഇവർക്ക് 1000-ന് മുകളിൽ വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഏകദേശം 938 ആണ്. ഈ H1 ആവറേജ് എന്ന് പറയുന്നത് 948 ആണ്. അത് നല്ല ഫിഗേഴ്സ് ആണ്. നമുക്ക് 1000-ന് മുകളിൽ പോയിട്ട് അത് അവിടെ വന്നു പറയുമ്പോൾ നമുക്ക് കുറവായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ അതിന്റെ റീസൺ ഉണ്ട് വ്യക്തമായിട്ട്. കാരണം ടോട്ടൽ സ്ക്വയർ ഫീറ്റിന്റെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എടുത്തിട്ട് അതിന്റെ പെർ സ്ക്വയർ ഫീറ്റിൽ എത്രയാണ് ഇവർ റവന്യൂലേക്ക് ഇവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണല്ലോ അതിന് മനസ്സിലാക്കുന്നത്. സോ അവർ കഴിഞ്ഞ ക്വാർട്ടറിൽ മാത്രം 43 ഷോറൂംസ് ആണ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തത്. സോ അത്രയും സ്ക്വയർ ഫീറ്റ്, അത്ര ഏരിയ അവർക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അവർക്ക് ഈ ഒരു രീതിയിലുള്ള എന്താ പറയുന്ന സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. അതേപോലെ തന്നെ ഓരോ ബില്ലിന്റെ പ്രൈസ് ആണെങ്കിൽ കൂടിയിട്ടുണ്ട്. അതായത് വൺ ടൈം ബില്ല് ചെയ്യുന്ന ഒരാൾ ബില്ല് ചെയ്യുന്ന ബില്ല് എമൗണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം Q2 നോക്കി കഴിഞ്ഞാൽ 800 താഴെയായിരുന്നു. അതിപ്പം 899, അതായത് 900-ന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ബില്ല് ചെയ്യുന്ന ഓരോ ബില്ലിന്റെ വാല്യൂ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ആ രീതിയിലൊക്കെ നോക്കിയാൽ എല്ലാ രീതിയിലും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർജിൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇവരിപ്പം ഓൾറെഡി ഇപ്പോൾ QIP അവർ ചെയ്തിരുന്നു. 400 കോടി രൂപയുടെ QIP ചെയ്തതിനകത്ത് 135 കോടിയോളം അവർ ഡെപ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ അതെന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറയും. അത് മാർജിൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ബാക്കിയുള്ള എമൗണ്ടിൽ ഒരു ഭാഗം ഇവർ യൂസ് ചെയ്യാൻ പോകുന്ന ഇവരുടെ ഷോറൂം എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ്. സോ നല്ല രീതിയിൽ ഇവർ QIP ചെയ്യുന്ന ഇവരുടെ ഫണ്ടുകൾ മാക്സിമം ഇവർ തിരിച്ച് ബിസിനസ്സിലേക്ക് തന്നെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ QIP ചെയ്യുന്നതൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് വരില്ല. കാരണം വെച്ചാൽ ഇവർ ഇപ്പോൾ QIP ചെയ്തുകൊണ്ട് തന്നെ ഇവർ ROE കുറയും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ QIP-യിൽ ROE-യുടെ താഴെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്. ഇക്വിറ്റി ഇപ്പോൾ QIP ചെയ്യുമ്പോൾ ഇക്വിറ്റിയുടെ സൈസ് കൂടും. സോ അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ റിട്ടേൺ ഏകദേശം അതേപോലെ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ അത് ബേസ് കൂടുന്ന ഡിനോമിനേറ്റർ കൂടുന്നതുകൊണ്ട് തന്നെ ROE കുറയാൻ സാധ്യതയുണ്ട്. അത് പക്ഷേ അവർ നല്ല രീതിയിൽ ബിസിനസ്സിലേക്ക് ആ ലിവറേജ് അവർ യൂസ് ചെയ്യുന്നത് തന്നെ ആ ഒരു പ്രശ്നം അവിടെ വരില്ല. നല്ല രീതിയിൽ ആ ഗ്രോത്ത് വരെ ഇവർ തിരിച്ച് ROE-യുടെ ഇപ്പോഴത്തെ ഗൈഡൻസ് തന്നെ 20-ന് മുകളിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതും നല്ല കാര്യമാണ് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ. പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഡെപ്റ്റ് നമ്മൾ കുറയുന്നതിനനുസരിച്ചിട്ട് ഡെപ്റ്റ് ഇപ്പോൾ കുറയുന്നുള്ളത് 135 കോടിയോളം രൂപയാണ് അവർ ലോണിലേക്ക് തിരിച്ചടയ്ക്കുന്നുണ്ടെന്ന് പറയുന്നത്. സോ അപ്പോൾ ആ രീതിയിൽ മാർജിൻസിൽ ഇംപ്രൂവ്മെന്റ് വരിക. അതേപോലെ തന്നെ ഇവർക്ക് വെൻഡേഴ്സ് ഇവർ സാധനം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ്, ഇവർക്ക് കിട്ടുന്ന ക്രെഡിറ്റ് പീരീഡ് ഇവർ കുറയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്, കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവർ നേരത്തെ പേ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ അവർക്ക് 1 to 1.5% എമൗണ്ടിൽ ഇവർക്ക് കുറവ് വരും. അതായത് ഇവർ കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ടി വരില്ല. അത് തന്നെ ഇവർ സ്പെൻഡ് ചെയ്യുന്നത്, ഇവർ ബൈ ചെയ്യാനായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഇവർ ആരാണ് ഇവരുടെ സപ്ലയേഴ്സ് അവരിൽ നിന്ന് ഇവർ മേടിക്കുന്നതിന് ഇവർ അധികം ക്രെഡിറ്റ് പീരീഡ് എടുക്കാതെ നേരത്തെ തന്നെ എമൗണ്ട് തിരിച്ചു അവർക്ക് പേയ്മെന്റ് ചെയ്യുകയാണ്.
സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് 1 തൊട്ട് 1.5% വരെയുള്ള എമൗണ്ട് കുറവ് കിട്ടുന്നുണ്ട്. അതും ഇവരെ മാർജിൻസിനെ ഇംപ്രൂവ് ചെയ്യാണ്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കൂടിയിട്ടുണ്ട്. 37 നിന്ന് 45 കൂടിയിട്ടുണ്ട്. അതിന്റെ റീസണും ഇത് തന്നെയാണ്. കാരണം ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന ഡേയ്സ് കുറഞ്ഞിട്ടുണ്ട്. അതുതന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കൂടിയിട്ടുണ്ട്. അത് നെഗറ്റീവായിട്ട് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാം. പക്ഷേ ബിസിനസ്സിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ അത് ശരിക്കും മാനേജ്മെന്റ് അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് മാർജിൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ഇവർ ഓൺലൈനിലേക്ക്, അതായത് കൂടുതൽ പ്രൊഡക്റ്റ് ഇവരുടെ ഓരോ ഷോറൂംസിൽ നിന്നും ആ ഷോറൂമിന്റെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള സാധനങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവർ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അടുത്ത ഫിനാൻഷ്യൽ ഇയർ തന്നെ ഉണ്ടാവുമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അതേപോലെ തന്നെ ഇവരുടെ എംപ്ലോയീസിന്റെ അട്രീഷൻ കുറച്ച് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും ഈ ചെറിയ സാലറി ഹേക്കിലൊക്കെ ഇവരുടെ ഷോറൂംസിലുള്ള എക്സിക്യൂട്ടീവ്സ് ഒക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ചെറിയ എമൗണ്ടിലാണ് അവരെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അത് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഈ ബിസിനസ്സിൽ മൊത്തത്തിൽ ആ രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മാറ്റം വരാറുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഹയർ ഒഫീഷ്യൽസും അങ്ങനെ ചേഞ്ച് ചെയ്ത് പോകാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് മാനേജ്മെന്റ് പറയുന്നത് വെച്ചാൽ ഇവർ ഏത് എംപ്ലോയീസിനെ, അതായത് ഹയർ ഒഫീഷ്യൽസിനെ അടക്കമുള്ള ആളുകളെ എടുത്താൽ മിനിമം 6 മന്തിന്റെ ഇവർ പ്രൊബേഷൻ പീരീഡ് വെക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ അവർക്ക് 6 മാസത്തിനുള്ളിൽ അവർക്കോ ഓക്കെ ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഏത് പൊസിഷനിലാണെങ്കിലും ഇവർ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അട്രീഷൻ കുറച്ച് കുറവായിട്ട് വരുന്നുണ്ട്. അത് വലിയ മാനേജ്മെന്റ് പറയുന്ന അനുസരിച്ച് വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. പിന്നെ പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞത് ഏകദേശം 43 അല്ലെങ്കിൽ 71 ഷോറൂംസ് H1 ഓപ്പൺ ചെയ്തതിൽ ഇവർക്ക് ഷോറൂമിന്റെ ബ്രേക്ക് ഈവൻ ആകാനായിട്ട് മിനിമം സ്ക്വയർ ഫീറ്റിൽ ഏകദേശം 500 രൂപയോളം ആണ് ഇവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇവരുടെ പുതിയ ഷോറൂംസിന്റെ ആവറേജ് നോക്കി കഴിഞ്ഞാൽ 700-750 ഇടയ്ക്കായിട്ട് തന്നെയുണ്ട് ഇവരുടെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഈ പുതിയ ഷോറൂംസിന്. അത് ഇവരുടെ എല്ലാ ക്വാർട്ടറിലും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ആ സമയത്ത് ഓപ്പൺ ചെയ്യുന്ന ഷോറൂംസിനെല്ലാം ഈ രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് പറയുന്നത് കാരണം അവരുടെ എല്ലാ ഷോറൂംസും ഫസ്റ്റ് മന്തിൽ തന്നെ ബ്രേക്ക് ഈവൻ ആവുന്നുണ്ടെന്നുള്ള കാര്യമാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ആകപ്പാടെ ഒരു ഷോറൂം മാത്രം ഇവർ ആവറേജ് ആണ് 700-750 ഇടയിലുള്ളത്. ഒരു ഷോറൂം മാത്രമുള്ളൂ ഈ 500 താഴെയുള്ളത്. അത് ലാസ്റ്റ് 3 മന്തിനുള്ളിൽ ഓപ്പൺ ചെയ്ത ഷോറൂം മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ അതും ഒരു ഇഷ്യൂ അല്ല. നല്ല രീതി ഇതൊക്കെ നല്ല ഫിഗേഴ്സ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ ഓൾറെഡി ഉള്ള ഷോറൂംസിന്റെ 70% എങ്കിലും സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് ഇവർക്ക് വേണം. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഇവർക്കുള്ള ഷോറൂംസിന് ഏകദേശം 938 ഈ ക്വാർട്ടറിൽ. H1 എടുത്ത് നോക്കിയാൽ 948 സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു 70% എങ്കിലും പുതിയ ഷോറൂംസ് മെയിൻറ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവർ ഹൈ പേസ് ഓഫ് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 650 മുകളിലായിട്ട് ഇവരുടെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് പുതിയ ഷോറൂംസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ഈ ഒരു ഗ്രോത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഷോറൂംസിന്റെ ഓപ്പൺ ചെയ്യുന്ന കൗണ്ട് ഈ അഗ്രസീവായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് 70 മുകളിലാണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി പറഞ്ഞു 700-750 ഇടയ്ക്കാണ് അവരുടെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. സോ അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ അതേപോലെ അടുത്ത ക്വാർട്ടറിലേക്കുള്ള കാര്യം മാനേജ്മെന്റ് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നല്ല രീതിയിലാണ് കാര്യങ്ങൾ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കഴിഞ്ഞ വർഷം വരെ അല്ലെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ആ ഒരു സമയം ഒരു വർഷം മുമ്പ് വരെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ചൂട് കൂടുതലായിരുന്നു. അത് എൽ നീനോ എഫക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിപ്പോൾ മാറിയിട്ട് പയ്യെ ലാ നീനോയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇപ്പൊ മഴ നമുക്ക് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ വിന്ററും നല്ല രീതിയിൽ നല്ല വിന്റർ ആവാനുള്ള സാധ്യത ഉണ്ടാകുന്നത്, അതായത് തണുപ്പ് കൂടാനുള്ള സാധ്യത മൊത്തത്തിൽ ഇന്ത്യയിൽ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ വിന്റർ വെയറിന്റെ സെയിൽസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓൾറെഡി ഇപ്പോൾ ഹൈ ഡിമാൻഡ് വരുന്നുണ്ട്. ഇവരുടെ ഓൾറെഡി ഉള്ള സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഇവർ മാക്സിമം സ്റ്റോക്ക് പുറത്തുനിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇവർക്ക് ഏകദേശം 215 വെൻഡേഴ്സ് ഉണ്ട് ഇവർ പ്രൊഡക്റ്റ് എടുക്കുന്നത്. സോ അവർ കൂടാതെ ഏകദേശം 500 പേരോളം ഇവരുടെ പൈപ്പ് ലൈനിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവർ വെൻഡേഴ്സിന്റെ ഒക്കെ പുറത്തേക്ക് ഇറങ്ങി ഓൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇവർ മൊത്തത്തിൽ ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഡിമാൻഡ് വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറയുന്നത്. അതൊരു നല്ല കാര്യമാണ്. കാരണം നമുക്ക് ഓൾറെഡി ഇൻവെന്ററി കയ്യിലിരുന്നിട്ട് സെല് ചെയ്യാതിരിക്കുന്ന പോലല്ല. ഇൻവെന്ററി അവർ ഓൾറെഡി ഈ ഗ്രോത്തിനുള്ള ഇൻവെന്ററി അവർ കീപ്പ് ചെയ്യാറുണ്ട്. സോ അതിന് മുകളിൽ അവർക്ക് ആ രീതിയിലുള്ള ഡിമാൻഡ് വരുന്നതുകൊണ്ടാണല്ലോ അവർക്ക് പിന്നെയും പുറത്തുനിന്ന് കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നത്. സോ അതൊക്കെ നല്ലൊരു കാര്യമാണ്. സോ അത് മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ Q3 ബേസ് കൂടുതലായിരുന്നു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അതിനകത്ത് ഒരു 50% മുകളിൽ ഗ്രോത്താണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത്. സോ ആ രീതിയിലുള്ള ഗ്രോത്ത് വരാനുള്ള ചാൻസ് മാനേജ്മെന്റിന്റെ മൊത്തത്തിലുള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയുള്ള സാധ്യതയാണ് കൂടുതലുള്ളതെന്നുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ ബിസിനസിനെ പറ്റി പറയാനുള്ളത്. നല്ല രീതിയിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സെക്ടറിൽ തന്നെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. സോ മൊത്തത്തിൽ ഈ ഒരു സെക്ടറിൽ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് അടക്കമുള്ള കമ്പനികളിൽ ബിസിനസ്സിൽ സ്ലോ ഡൗൺ വന്ന സമയത്തും ഈ കമ്പനി അവരുടെ സെയിൽസും അല്ലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം 50%, 45-50% മാനേജ്മെന്റ് ഗൈഡൻസ്. എന്നിട്ട് പോലും കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ 50 മുകളിൽ ഗ്രോ ചെയ്തിരുന്നു. ഈ ക്വാർട്ടറിൽ 86% ഗ്രോ ചെയ്തിരുന്നു. സോ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ 50 മുകളിൽ ഓൾറെഡി H1 69%ഓളം റവന്യൂ ഗ്രോത്തും 190%ഓളം പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ചിട്ടുണ്ട് കമ്പനി. സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം 72 കോടിയോളമായിരുന്നു അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വർഷം ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ തന്നെ ഏകദേശം ഒരു 130 കോടിയോളം ഇവരുടെ പാറ്റ് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു വർഷത്തിൽ.
ഇപ്പൊ അവരുടെ പി എന്ന് പറഞ്ഞാൽ ഹൈ പി ആണ്. സോ അവിടുന്ന് ഇനിയിപ്പോ ഈ ഒരു രീതിയിൽ പ്രോഫിറ്റ് വന്നാൽ ഏകദേശം 65 ലെവലിലേക്ക് ഇവരുടെ പി കുറയാൻ സാധ്യതയുണ്ട്. അതായത് ഏകദേശം 60% മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി, അറൗണ്ട് 50-60% ഗ്രോ ചെയ്യുന്ന കമ്പനിക്ക് ഏകദേശം 60-65 പി വരുന്നത്, ഫോർവേഡ് പി വരുന്നത്. സോ അത് ഏകദേശം പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 1 അടുത്ത് തന്നെ നിൽക്കും. സോ ഈ ഒരു ഗ്രോത്ത് വരുന്ന കമ്പനിയിൽ എന്തായാലും പി റേഷ്യോ ഇത്രയും കൂടുതലായിരിക്കും. കാരണം ആളുകൾ ഈ ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങാനായിട്ട് റെഡി ആയിരിക്കും. കാരണം ഇവിടെ ഈ പി റീറൈറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവർ ഹൈ ഗ്രോത്തിൽ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പി കുറയും, ഡിമാൻഡ് കൂടും, വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് പോയി ഈ ഒരു രീതിയിൽ തന്നെ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ലോങ് ടൈമിൽ നോക്കുമ്പോഴത്തേനും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് V2 റേറ്റിനെ പറ്റി മൊത്തത്തിൽ പറയാനുള്ളത്. വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് തോന്നിക്കാം ഹൈ വാല്യൂഷനിലാണ്, വാല്യൂഷൻ കൂടുതലാണെന്ന് തോന്നിക്കാം. പക്ഷേ ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനികൾക്ക് നമുക്ക് ഹൈ വാല്യൂഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മൾട്ടിബാഗർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഹൈ ഗ്രോത്തും അതേപോലെ ലോ പിയിൽ നമുക്ക് അവൈലബിൾ ആകുമെന്ന് പറഞ്ഞാൽ അതിന്റെ പിയിൽ ആ രീതിയിലുള്ള എക്സ്പാൻഷനും അതുപോലെ റീറേറ്റിംഗ് വരാൻ സാധ്യതയുള്ള കമ്പനികളാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊത്തത്തിൽ ഈ V2 റേറ്റ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ബെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല റിസ്ക്കും അതുപോലെ തന്നെ കമ്പനികളിലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നോക്കി നിങ്ങളുടെ റിസ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ അപ്രോച്ച് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.